ഇവിടെ ഈ സെയിൽസ്മാൻ ആണെങ്കിൽ ഇവൾക്ക് പാകമായിട്ടുള്ള ചെരുപ്പെടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവളെ അവിടെ ഇരുത്താണ്. ഇവളാണെങ്കിൽ അവിടെ ഇരുന്ന് കാല് വെക്കും. ഇപ്പോഴായിരിക്കും ഇവൻ ഇവളുടെ കാലിന്റെ അടിയിൽ ഒട്ടിച്ച ഒരു ATM കാർഡ് കാണുക. അതിന്റെ കൂടെ തന്നെ പിൻ നമ്പർ എഴുതി വെച്ചിട്ടുണ്ടാകും. ഇവനൊന്നും മനസ്സിലാകാതെ ഇവൾ തന്നെ നോക്കാണ്. അപ്പോൾ ബാക്കിൽ നിന്ന് ഇവളുടെ ഭർത്താവ് എടാ മോനെ നീ എന്താ അവിടെ ചെയ്യുന്നത് ചോദിക്കുകയാണ്. അപ്പോൾ ഇവൻ ഒന്നുമില്ല, ഈ ചെരുപ്പ് മാഡത്തിന് പാകമല്ല, നിങ്ങൾ ആ കാണുന്ന ചെരുപ്പ് ഒന്ന് എടുത്തു തരാമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവനും ഓക്കെ ഞാൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ചെരുപ്പ് എടുക്കാൻ വേണ്ടി പോകാം. അയാൾ പോയതും ഇവൾ ഇവനോട് നീ എന്നെ ഹെൽപ്പ് ചെയ്യണം, എന്റെ ഭർത്താവ് എന്നെ നന്നായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്, എനിക്ക് അയാളുടെ അടുത്ത് നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം, അതിന് എനിക്ക് പണം വേണം, നിങ്ങൾ ഈ കാർഡിലുള്ള പണം മൊത്തം എടുത്തുകൊണ്ട് എനിക്ക് തരുമോ എന്ന് ചോദിക്കുകയാണ്. ഇവനും ഓക്കെ പറയണം. എന്നിട്ട് ആ കാർഡ് എടുക്കണം. ഇപ്പോൾ അവളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ അവിടെ നിന്ന് എടുത്ത ചെരുപ്പുമായിട്ട് സെയിൽസ്മാൻ്റെ അടുത്തേക്ക് വരാണ്. എന്നിട്ട് ഇത് അവൾക്ക് സൈസ് ഓക്കെ ആണോ എന്ന് നോക്കുമെന്ന് പറയാണ്. അങ്ങനെ അവൻ ആ ചെരുപ്പ് അവൾ ധരിപ്പിക്കുകയാണ്. അപ്പോൾ ഇവൾ അയ്യോ ഇതെനിക്ക് ടൈറ്റ് ആണ്, ഇതിന്റെ വലുതുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ സെയിൽസ്മാനും അതുകൊണ്ട് അത് ഞങ്ങളുടെ സ്റ്റോറേജ് റൂമിലാണ് വെച്ചുള്ളത്, ഞാനത് പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകണം. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഈ സെയിൽസ്മാൻ തിരിച്ച് ചെരുപ്പുമായിട്ട് വരാണ്. ഇവന്റെ പോക്കറ്റിൽ ഇവൻ ആ ATM കാർഡ് ഉപയോഗിച്ചെടുത്ത പൈസ ഉണ്ടാവും. അങ്ങനെ ഇവൻ ആ കാർഡും ചെരുപ്പും ഇവൾക്ക് കൊടുക്കുകയാണ്. ഇവളും അതിട്ട് നോക്കി ഇതെനിക്ക് ഓക്കെയാണ്, പാക്ക് ചെയ്തോളൂ എന്ന് പറയാണ്. എന്നിട്ട് ഇവൾ ഭർത്താവിനെ കെട്ടിപ്പിടിക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ ആ ഒരു ATM കാർഡ് അവന്റെ ജാക്കറ്റിന്റെ പോക്കറ്റിലേക്ക് ഇടാം. അങ്ങനെ സെയിൽസ്മാനെ ആ ചെരുപ്പ് പാക്ക് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ അവനെടുത്ത പൈസയും ആ ഒരു ചെരുപ്പിന്റെ ബോക്സിൽ വെക്കാണ്. എന്നിട്ട് അത് പാക്ക് ചെയ്ത് ഇവൾക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് ഭർത്താവിനോട് സർ ക്യാഷ് ആണോ കാർഡാണോ ചോദിക്കുകയാണ്. അപ്പോൾ ഇവളുടെ ഭർത്താവും എടാ തനിക്ക് എന്താ കണ്ണില്ലേ, ഞാനിവിടെ കാർഡ് പിടിച്ച് നിൽക്കുന്നത് താൻ കാണുന്നില്ല എന്ന് പറയാം. അപ്പോൾ ഇവനും സോറി പറഞ്ഞ് ആ ഒരു കാർഡ് വാങ്ങി മെഷീനിലിട്ട് സ്വൈപ്പ് ചെയ്യാണ്. ഇതേ സമയം ഇവളാണെങ്കിൽ മെല്ലെ ഹസ്ബൻഡിന്റെ പേഴ്സ് അടിച്ചു മാറ്റി അവിടെ നിന്ന് എസ്കേപ്പ് അടിക്കുകയാണ്. അപ്പോൾ സെയിൽസ്മാൻ ആണെങ്കിൽ ഈ കാർഡിൽ ഒരൊറ്റ പൈസ അല്ലെന്ന് പറയാം. അപ്പോൾ മറ്റവനാണെങ്കിൽ പൈസ അല്ലെന്നോ, അങ്ങനെ വരാൻ ഒരു ചാൻസും ഇല്ല, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇവൻ ചെക്ക് ചെയ്ത് നോക്കാണ്. ഇവന് ഷോക്കാവാണ്. ബാങ്കിൽ ഇനി ഒരു ഒറ്റ പൈസ പോലും ഇല്ല. ഇവൻ ഭാര്യയോട് ഇതെന്താണ് ഇങ്ങനെ ചോദിച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ഭാര്യയും കാണാനില്ല. ഇവൻ അവളെ പിടിക്കാൻ വേണ്ടി കടയിൽ നിന്ന് ഇറങ്ങി ഓടാൻ നിൽക്കാണ്. അപ്പോൾ ഈ സെയിൽസ്മാനെ ഇവനെ തടഞ്ഞു വെച്ചിട്ട് ചെരുപ്പിന്റെ പൈസ എടുക്കാതെ നീ ഇവിടെ നിന്ന് ഒരു ഇഞ്ച് ആണെങ്കില്ല എന്ന് പറയാം. അപ്പോൾ ഇവനാണെങ്കിൽ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് പേഴ്സ് അപ്പാണ്. അപ്പോൾ നോക്കുമ്പോൾ പേഴ്സും കാണാനില്ല. ശരിക്കും പറഞ്ഞാൽ ഇവൻ പെട്ടു. അങ്ങനെ 6 മാസത്തിന് ശേഷം മറ്റുള്ള കടയിലേക്ക് വരാണ്. എന്നിട്ട് ഇവനോട് നീ അന്ന് എന്നെ സഹായിച്ചതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, ഇപ്പം എനിക്ക് നല്ലൊരു ജീവിതം തന്നെ ഉണ്ടെന്ന് പറയാം. എന്നിട്ട് ഇവനോട് എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഇവൾ കാലുയർത്താം.